ഹായ് ഓൾ, ഞങ്ങളുടെ നല്ല ഹിറ്റായിട്ടുള്ളൊരു ബ്ലൗസ് ഡിസൈനിൻ്റെ മേക്കിംഗ് പ്രോസസ്സാണ് ഈ കാണിക്കുന്നത്. അത് ഫുള്ളായിട്ടും ഹാൻഡ് വർക്കാണ്, ത്രെഡ് വർക്കും എല്ലാം കൂടെ വന്നിട്ട് ഹാൻഡ് വർക്കിലാണ് ചെയ്തേക്കുന്നത്. പക്ഷേ പലരും ചോദിച്ചു ഇത് മെഷീൻ വർക്കാണോ, ഇതിങ്ങനെ ഇത്രയും ഹാൻഡ് വർക്ക് ചെയ്തു എന്നൊക്കെ ചോദിച്ചു. ഇത് ഫുള്ളി ഹാൻഡ് വർക്ക് തന്നെയാണ്. സർദോസിയും ത്രെഡ്സും ബീഡ്സ്, കട്ട് ബീഡും ഷുഗർ ബീഡും സീക്വൻസും എല്ലാം ആഡ് ചെയ്തിട്ട് ചെയ്തതാണ്. ഏകദേശം ഒരു ഹാൻഡ് വർക്ക് ഒരു 6 days കംപ്ലീറ്റ്ലി 6 days എടുത്തിട്ട് ചെയ്തിട്ടുള്ളൊരു ബ്ലൗസാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ലക്ഷറി പ്രീമിയം ലുക്ക് വരുന്നതും പ്രീമിയം റേഞ്ചിൽ വരുന്നതും ആയിട്ടുള്ളൊരു ബ്ലൗസാണ്. ഇത് നമ്മൾ സെറ്റ് സാരി, സെറ്റ് മുണ്ടിൻ്റെ കൂടെയൊക്കെ ഒരു ബ്രൈഡ്സിന് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരും നോട്ടീസ് ചെയ്യുന്ന ടൈപ്പ് ഒരു ബ്ലൗസ് ആയിരിക്കും. ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ കൊടുത്തേക്കുന്ന സെറ്റ് മുണ്ട് ആക്ച്വലി റേറ്റ് നല്ല കുറഞ്ഞൊരു സെറ്റ് മുണ്ടാണ്. പക്ഷേ ഈ ബ്ലൗസ് വന്നപ്പോൾ ലക്ഷറി ലുക്കായി. പിന്നെ പെയർ ചെയ്തേക്കുന്ന ജ്വല്ലറി ഞങ്ങളുടെ തന്നെ ഷോപ്പിലൊരു റെൻ്റൽ ജ്വല്ലറി സെക്ഷനിൽ നിന്നുള്ളതാണ്. മേക്കപ്പ് ആസ് യൂഷ്വൽ അജിത ചേച്ചി തന്നെ ആയിരുന്നു. മേക്കപ്പിന് ചേച്ചി ട്രൈ ചെയ്തിരുന്നത് പേളി മാനിയുടെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഹെയർ ലുക്കാണ്. അതുപോലെ മേക്കപ്പും എയർ ബ്രഷ് മേക്കപ്പാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ടോട്ടൽ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് വന്ന് ഇഷ്ടപ്പെട്ടു. ചേച്ചി ചെയ്തിട്ടുള്ളതിൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റും ഈ ലുക്ക് തന്നെയാണ്. ബ്ലൗസിന് ആക്ച്വലി എനിക്ക് എത്ര എൻക്വയറി വന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അതിനും വേണ്ടി എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ളൊരു ബ്ലൗസ് ഡിസൈനാണ്. ബാക്കിൽ ചെറിയൊരു പട്ട, ഇത് ആക്ച്വലി ഞാൻ 1 year ബാക്ക് ചെയ്ത ഒരു ഡിസൈനാണ്. അപ്പോൾ ഈ ബാക്ക് പട്ട വിത്ത് ഹാങ്ങിങ്സ് ആ സമയത്ത് ഇറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അതൊരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് മാച്ച് ചെയ്ത് എൻ്റെ ഹസ്ബൻഡിനും ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ ഷർട്ടിൻ്റെ ചെസ്റ്റ് സൈഡിൽ ഇതുപോലെ ത്രെഡ് വെച്ചിട്ട് ഒരു മാച്ചിങ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കപ്പിൾ ഡ്രസ്സായിട്ടും നമ്മൾ പെയർ ചെയ്തപ്പം മാച്ചിങ് ആയിട്ട് തന്നെ പോകുന്നുണ്ടായിരുന്നു.